ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അനുമോളുടെ വിവാഹം രുദ്രൻ റായ്ചന്ദുമായി ഉറപ്പിച്ചു. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. തന്റെ അമ്മയുടെ അസുഖം മൂലം ഇഷ്ടമില്ലാതെയാണെങ്കിൽ കൂടെയും അനുമോളുമായുള്ള വിവാഹത്തിന് രുദ്രൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈശ്വര, എന്താ എന്റെ മനസ്സിൽ ഇന്നും ആ പ്രതന മാത്രം വരുന്നത്? അവളുടെ വിവാഹം എന്റെ കൂട്ടുകാരൻ രഘുവീറുമായി നടന്നതാ. പക്ഷേ എന്നാലും എന്റെ മനസ്സിൽ എന്താ അവൾ മാത്രം ഇങ്ങനെ നിലകൊള്ളുന്നത്? അറിയില്ല. പക്ഷേ ഞാൻ അനുമോളെ വിവാഹം കഴിച്ചേ പറ്റൂ. അതേ നടക്കാൻ പാടുള്ളൂ. അതായിരിക്കാം ഒരുപക്ഷെ വിധിക്കപ്പെട്ടത്. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു. അനുമോളുടെയും രുദ്രന്റെയും വിവാഹകാര്യം പ്രാർത്ഥന അറിഞ്ഞു. അനുമോളുടെ വിവാഹം രുദ്രനുമായി നിശ്ചയിച്ചതറിഞ്ഞ പ്രാർത്ഥന ഞെട്ടിപ്പോയി. പ്രാർത്ഥന പ്രതയെ ഫോൺ വിളിച്ചു. ഫോൺ എടുത്ത പ്രത പ്രാർത്ഥനയോടായി പറഞ്ഞു, നീ എന്തിനാ ഇനിയും എന്നെ വിളിക്കുന്നത്? എന്റെ കെട്ടുതാലി പൊട്ടിക്കാൻ നടക്കുന്ന അസുര വിത്താണ് നീ. അമ്മേ, ഞാൻ അങ്ങോട്ട് വരുവാ. വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട. ഋഷഭ് ഗുജ്റാളിന്റെ മകളാണെന്ന് പറയാൻ അറപ്പ് തോന്നുന്നവൾ അതേ ഋഷഭ് ഗുജ്റാൾ വെച്ച ഈ വീട്ടിന്റെ മുന്നിൽ കാൽ പോലും കുത്തരുത്. എന്നാൽ ഈ പ്രതയെ നീ കാണുന്നത് ശേഷ മത്സരാണിയായി ആയിരിക്കും. ഇനി എനിക്ക് ബന്ധങ്ങളില്ല. പ്രാർത്ഥന എന്ന വിഷമേ, എന്റെ ഭർത്താവിന്റെ മേൽ ഒരു തരി മണ്ണ് വീണാൻ ഈ പ്രത എന്ന പ്രളയത്തിൽ നീ അസ്തമിക്കും. ഓർത്തു വെച്ചോ. ഇത്രയും പറഞ്ഞ് പ്രത ഫോൺ കട്ട് ചെയ്തു. പ്രാർത്ഥന സ്വയം ഇതേ സമയം പറഞ്ഞു, ഇല്ല അമ്മേ, ആ കള്ളനായ നാഗമാണിക്യം കവരാൻ നടക്കുന്ന രുദ്രൻ ഒരിക്കലും നമ്മുടെ അനുമോൾക്ക് വരനായി വരാൻ പാടില്ല. എനിക്കിത് എങ്ങനെയും തടഞ്ഞേ മതിയാകൂ. എന്റെ അച്ഛനെന്ന ആ ദുഷ്ടനെ വകവരുത്തിയിട്ടായാലും ശരി തന്നെ ഈ വിവാഹം ഞാൻ മുടക്കും. എന്റെ അച്ഛനെന്ന അയാൾ അനുമോളുടെ കല്യാണം രുദ്രനുമായി ഉറപ്പിച്ചത് തന്നെ നാഗമാണിക്യവും ഇന്ദ്രനീലവും കവർന്നെടുക്കാൻ തന്നെയാണ്. ഈ വിവാഹം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും. ഇത് ഈ മത്സ്യനാഗിനിയുടെ തീരുമാനമാണ്. അതിന് എനിക്ക് ഗുജ്റാൾ വീട്ടിൽ പോയേ മതിയാകൂ. അനുമോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ വിവാഹത്തിൽ നിന്നും എനിക്ക് അവളെ പിന്തിരിപ്പിക്കണം. പ്രാർത്ഥന പെട്ടെന്ന് സർപ്പമായി മാറി എറണാകുളത്തുള്ള പ്രീതിയുടെ വീട്ടിൽ നിന്നും ഗുജ്റാൾ ഹൗസിനെ ലക്ഷ്യം വെച്ച് ഇഴഞ്ഞു. ഗുജ്റാൾ ഹൗസിൽ വന്ന പ്രാർത്ഥന മനുഷ്യരൂപം സ്വീകരിച്ചതും പെട്ടെന്ന് ഋഷി അവളെ കണ്ടു. ഋഷി ഒന്ന് ഞെട്ടിപ്പോയി. മോളെ, നീ? അതെ, ഞാൻ തന്നെ. പ്രാർത്ഥന, എന്താ? എന്നെ കണ്ടപ്പോ ഞെട്ടിപ്പോയോ? 7ാം കടലിനപ്പുറത്തേക്ക് എന്നെ അയച്ചാലും നമ്മുടെ വിധി, കർമ്മം അത് നമ്മുടെ അവസാനത്തിലേക്ക് എത്തിക്കും. ഇന്ന് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. സത്യത്തിന് തന്നെയാണ് എപ്പോഴും വിജയമുണ്ടാവുക. എന്നും തിന്മ തോൽക്കുക തന്നെ ചെയ്യും. ഇന്നിതാ മറ്റൊരു തിന്മ മറികടന്ന് നന്മ വിജയിക്കാൻ പോകുന്നു. ഇത്രയും പറഞ്ഞ് ഋഷിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ പ്രാർത്ഥന മത്സ്യമായി മാറാനായി അവളുടെ കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് അത് കണ്ട് ഋഷി ഞെട്ടി. മോളെ, നീ? ദീപികയാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത്. നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞതാ, എന്റെ ഋഷിയേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ വല്യമ്മേ, എന്റെ പ്രതയുടെ മകൾ, അതായത് എന്റെ മകൾ, നിൽക്കടി അവിടെ, തൊട്ടു പോകരുത് എന്റെ മോളെ. നിന്നെ ആരാ ഇങ്ങനെ തിരിച്ചു വിട്ടത്? സ്വന്തം അമ്മയായ എന്നെ നീ വിശ്വസിക്കുന്നില്ല. നീയും നിന്റെ ഭർത്താവും ചേർന്ന് കൊന്നുകളഞ്ഞ നിന്റെ സ്വന്തം ചേച്ചിയായ ദീപിക എന്ന മെഹക്, അവൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ
അതൊരിക്കലും നടക്കാത്ത സംഭവമാണ്.